ഒന്നിനും പരാതിയില്ല. പരാതിയില്ല എന്താ, പെട്ടെന്ന് റെഡിയായി വ്ലോഗിലേക്ക് നിന്നോളാം. ഇവളെ കൈ കൊണ്ട് തല്ലുണ്ടെങ്കിൽ മരിക്കും എന്നാ പറയല്ല എല്ലാരും. തല്ലിയിട്ടുണ്ടോ? ഞാൻ പോലെ അല്ലെ പിന്നെ അപ്പൊ മനസ്സ് സമ്മതിക്കുന്നില്ല. വെറുതെ എന്തിനാ ഫുള്ള് അറിയുന്നത്. ഷെമി ചെയ്ത ഒരു മണ്ടത്തരം പറ. ക്ഷമിക്ക് അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും പറ്റലില്ല. എന്നെ കെട്ടിയതാണ്. പട്ടികയിലില്ലാത്ത സാധനങ്ങൾ വാങ്ങി വരുന്നതിൽ ആരാണ് ചാമ്പ്യൻ? ഞാൻ. അത് പ്രത്യേക പെണ്ണുങ്ങൾക്കുള്ള ഒരു കഴിവാണ്. ഞാൻ ഷെമിന്റെ അടുത്ത് പറയാ 5 മിനിറ്റ് സീമ പറയാ. ശ്രീനിവാസം മീൻ വാങ്ങുന്നു. ഞങ്ങളിൽ ഒരാൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യം രണ്ടുപേരും വേണ്ടെന്ന് വെക്കും. അതെന്താ പെട്ടെന്ന് അല്ല ഞാന് പേടിച്ചേ. ഓള് ഞാൻ എന്താ വെച്ചാ എനിക്കിഷ്ടം ഷെഫിന്റെ കൂടെ തന്നെ പോകാനാ. ഇനി ആരെപ്പുറ പോയാലും എനിക്ക് എല്ലാം കൊണ്ടും ഓക്കെ ഞാൻ ഷെഫിന്റെ പുറ പോകുമ്പോ. പിന്നെ മറ്റേതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട്സ് നമുക്ക് വേണം. കാരണം എല്ലാം നമുക്ക് വിലയെടുത്ത് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. അങ്ങ് ഒതുങ്ങിയോണം. എന്നോട് തന്നെ പറയും ഇനിയിപ്പോ എല്ലാം ഷെഫിന്റെ കൈയൊക്കെ അങ്ങനെ ഞങ്ങളെ കൂടെ ഒന്നും ഇല്ലല്ലോ. എന്റെ സന്തോഷം ഇങ്ങനെ ഷെഫിന്റെ കൂടെ തന്നെ, അത്രേ ഉള്ളൂ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഷെഫിയായിട്ട് യാത്രകളൊക്കെ പോകുമ്പോണ്ടല്ലോ, ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാണ് ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനോടൊപ്പം ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം യാത്രകൾ പോകണം അല്ലെ? ഈ നമുക്ക് ചുറ്റുമുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം, ആസ്വദിക്കണം എന്നൊക്കെ. അപ്പൊ ഇപ്പൊ ഷെഫിയായിട്ട് യാത്രകളൊക്കെ പോകുമ്പോ ആ സമയത്ത് ഷെമിയുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? എനിക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങൾ ഞാൻ അന്ന് വിചാരിക്കാനും ചെറുതായപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പോയി ഗൾഫിലാണ്, ഞങ്ങൾ ടൂറ് സിനിമ ഒക്കെ പറയുമ്പോ അതൊക്കെ എന്തെന്നയിക്കല്ലോ, അതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ഹാപ്പിയാണ്. അല്ല, ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നേ. മൂന്നാറില് പോയല്ലേ? മൂന്നാറിൽ ഇതുവരെ പോയില്ല. മൂന്നാറിൽ പോയതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ. ഊട്ടി അങ്ങനെ ഊട്ടി നമ്മള് ഊട്ടി ഓക്കെ. ആ, ഞാൻ എന്തോ 2 ദിവസം മുന്നേ നമ്മളൊന്ന് മൂന്നാറിൽ പോയി വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ. കണ്ടന്റിന് വേണ്ടി മൂന്നാറൊക്കെ കൂടി ഇല്ലല്ല അങ്ങനല്ല. ഇല്ല അത് ചെയ്ത് എനിക്ക് അറിയില്ല. ഊട്ടിയായിരുന്നു. ഊട്ടി വയനാടൊക്കെ പഠിത്ത് 2-3 പ്രാവശ്യം പോയി. അപ്പം ഈ യാത്രകളൊക്കെ കഴിയുമ്പോ എങ്ങനെയാണ് നമ്മളിപ്പോ പൊതുവെ ഇപ്പൊ സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തുടങ്ങിയല്ലോ. ഇപ്പൊ ഷെഫി കൂടെ ഉണ്ടെങ്കിൽ പോലും ഈ യാത്രകളെല്ലാം എങ്ങനെയാണ് ഷെമിയെ മാറ്റുന്നത്? എനിക്കിഷ്ടം ഷെഫിന്റെ കൂടെ തന്നെ പോകാനാ. ഇനി ആരെപ്പുറ പോയാലും എനിക്ക് എല്ലാം കൊണ്ടും ഓക്കെ ഞാൻ ഷെഫിന്റെ പുറ പോകുമ്പോ. പിന്നെ മറ്റേതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട്സ് നമുക്ക് വേണം. കാരണം എല്ലാം നമുക്ക് വിലയെടുത്ത് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. അങ്ങ് ഒതുങ്ങിയോണം. എന്നോട് തന്നെ പറയും ഇനിയിപ്പോ എല്ലാം ഷെഫിന്റെ കൈയൊക്കെ അങ്ങനെ ഞങ്ങളെ കൂടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിനിപ്പോ എന്താ ഒരു മറുപടി എനിക്ക് അറിയില്ല. അങ്ങനെ ഷെഫിയെ തന്നെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ നമ്മളതായിട്ടുള്ള കുറച്ച് പക്ഷെ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. എന്റെ സന്തോഷം ഇങ്ങനെ ഷെഫിന്റെ കൂടെ തന്നെ, അത്രേ ഉള്ളൂ. എങ്ങനെയാ ഷെഫിക്ക് എങ്ങനെയാണ്? കാരണം ഇപ്പൊ പരസ്പരം ഇപ്പൊ പറഞ്ഞില്ലേ, ഷെഫിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ കാണും. അപ്പോ ഭാര്യയുടെ കൂടെ ഇരിക്കുന്നതും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്നതൊക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. പലപ്പോഴും നമുക്ക് പാർട്ട്ണറോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഫ്രണ്ട്സിനോട് നമ്മൾ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടോ? കാരണം ഷെഫിയെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോ പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ റിസോർട്ട് ഫ്രണ്ട്സിന്റെ പേരെ പോയി കഴിഞ്ഞാല് എനിക്ക് അവിടെ പോയി ഉറക്കൊന്നും ഇങ്ങോട്ട് സെറ്റ് ആവില്ല. ഫ്രണ്ട്സിന്റെ പേരെ പോകാനൊക്കെ ഇഷ്ടമാണ്. അവിടെ പോയി ഞാൻ ഓരോ പേരും സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഞാൻ രാവിലെ ആകുമ്പോഴേക്കും വീട്ടിൽ തന്നെ എത്തും. പിന്നെ കൊറേ സമയമൊന്നും ഇഷ്ടല്ല. ഒരു രാത്രി പോയിട്ട് പോവാൻ ഇഷ്ടമാണ്. കാരണം ഒരിതല്ലേ, ഷെഫിനെ വിളിച്ചിട്ടോ വന്നില്ല, ഓനുണ്ടെങ്കിൽ അതിന് വേണ്ടിട്ടൊക്കെ പോലെ ഇഷ്ടാണ്. പക്ഷെ കൂടുതൽ ഞങ്ങളെ കൂടെ തന്നെയാണ്. നമുക്ക് കംപ്ലീറ്റ് ആവുക നമ്മുടെ ഫാമിലി ആകുമ്പോഴാണ്. ആയിഷയും ഷെമിയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ ഒന്നും വെച്ചെവിടെയും മറന്നുപോയില്ല. ഇപ്പൊ നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ, ഈ പുരുഷന്റെ സ്നേഹം വയറിൽ കൂടെയാണെന്ന് ആവി കൂടെയാണെന്ന്. പക്ഷെ അത് സബ്ജക്റ്റീവ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിരിക്കും. ഇപ്പൊ ഷെമി നല്ലോണം കുക്ക് ചെയ്യും. ഇപ്പൊ ഷെമി കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുമ്പോഴല്ലോ, ആസ്വദിച്ച് കഴിക്കുമ്പോ ഷെമിയോട് കുറച്ച് ഇരട്ടി സ്നേഹം കൂടുതൽ, അങ്ങനെ ഉണ്ടോ? എനിക്ക് അതെ, ഷെമിന്റെ ഫുഡ് അടിപൊളിയാണ്. ഉമ്മന്റെവും ഷെമിന്റെ രണ്ടാളുടെവും അങ്ങനെ ടേസ്റ്റ് ഇല്ലെങ്കിലും ഒന്നും പറയൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഉണ്ടാക്കിയില്ലേലും കുഴപ്പമില്ല. ഒന്നിനും പരാതിയില്ല.
പരാതി ഉള്ള എന്താ, പെട്ടെന്ന് റെഡിയായി വ്ലോഗിലേക്ക് നിന്നോളാം. ഇതന്നെ ആ കാര്യത്തിലാണ് അത് അത് നമ്മളെ മാത്രമേ ഉള്ളൂ. പണിയല്ലേ. വേറെ ഒന്നിനും ഒരു പരാതി ഇല്ല. നമ്മളെ ജോലി അത് ക്ഷമിയുന്നില്ല. അതിന്റെ കൂടെ ഉള്ള ആൾക്കാരായാലും ബാക്കിയൊക്കെ ഞാൻ ഓലക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. പക്ഷെ എന്തെങ്കിലും ജോബ് ആണെങ്കിൽ ആ പണി കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. എന്തെങ്കിലും ഒരു പണിയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അത് വ്ലോഗ് എന്നില്ല, ബിസിനസ് ആയാലും അത് കഴിഞ്ഞണം. എന്താ എനിക്ക് പണികൾ വേഗം തീർക്കണം. അങ്ങനത്തെ പണികളൊക്കെ പിന്നെയൊക്കെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഡിലേ ആക്കി വെക്കണത് ഇഷ്ടല്ല. ഇപ്പൊ സാധാരണ ഇപ്പം നമ്മളിപ്പം കുക്കിങ്ങും വീട്ടുജോലിയും അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷെമി എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, ആ ഐഡന്റിറ്റി കിട്ടിയത് ഈ വ്ലോഗിലൂടെയാണല്ലേ. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്. എനിക്ക് നല്ലോണം അത്യാവശ്യം നല്ലോണം പ്രസന്റ് ചെയ്യാൻ പറ്റും ക്യാമറയെ നോക്കി. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി കിട്ടിയപ്പോ ഷെമിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? കാരണം എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ല് ഉണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ ഒരു ചാനലൊക്കെ തുടങ്ങിയില്ല, ഒരു കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ അതിനെ വെറുതെ നിന്നാന്ന് വെറുതെ വെറുതെ സമയം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പനെ നല്ലോണം നോക്കാൻ പറ്റി. അത് നമുക്ക് നല്ലൊരു ഇതല്ലേ. നമ്മളിപ്പോ വേറെ ഒരൊറ്റ മക്കൾക്കും അതുപോലെ നോക്കാൻ പറ്റിയില്ല. എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞോണം 2 ആള് മരിച്ചത്. അതിന് പറ്റി. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഒന്ന് എനിക്കെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വീടുണ്ടാക്കിട്ടോ, സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അപ്പൊ ഏതായാലും നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് സത്യം പറഞ്ഞ എനിക്ക് തന്നെ കൊതി വരുന്നുണ്ട്. ഇത്രയും നല്ലോണം കെമിസ്ട്രിയോടെ. മാത്രമല്ല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഷെഫി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വളർച്ചയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണർ. അതാണ് ഞാൻ ഷെമിയിൽ കണ്ടെന്നുള്ളത്. അത് ഓരോ പുരുഷന്മാരും അത്തരത്തിൽ മെച്ചോർഡായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയായിരുന്നു ഷെഫി അത് പറഞ്ഞപ്പോ. നമ്മള് പെണ്ണിന്റെ സൗന്ദര്യവും പണവും മാത്രമല്ല, ഇപ്പോഴൊക്കെ ഒരുപാട് ഡിവോഴ്സുകളൊക്കെ വരുന്നത് പലപ്പോഴും ഈ പെണ്ണിന്റെ സ്വർണവും പണവും ആഗ്രഹിച്ചാണല്ലോ. പക്ഷെ ആ ഒരു പെണ്ണിന്റെ മെച്യൂരിറ്റി കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വിവാഹം കഴിച്ച് ഏജ് ഒന്നും നോക്കാതെ, ഏതായാലും അള്ള അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെ. ഈ ഒരു ബന്ധം അത് ദീർഘായുസ് ഉണ്ടാവട്ടെ. അതന്നെ, നിങ്ങളും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടിട്ട്. തീർച്ചയായിട്ടും. ഇനി നമുക്കൊരു സെഗ്മെന്റ് ആണ് യെസ് ഓർ നോ സെഗ്മെന്റ്. ഞാൻ രണ്ടുപേരുടെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ ഇതിനകത്ത് നിങ്ങൾ ഉത്തരം പറയണം. ഇതാണ് യെസ് ഓർ നോ. ഇതിനകത്ത് നിങ്ങൾ ഒരേപോലത്തുള്ള ഉത്തരവല്ല പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, ഒരു പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും മണ്ടത്തരം പറയണം, പരസ്പരം ചെയ്ത എന്തെങ്കിലും മണ്ടത്തരം. അതാണ് ഇതിന്റെ ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു. രണ്ടുപേരും എസ് പറയണം, അല്ലെങ്കിൽ രണ്ടുപേരും നോ പറയണം. ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. യെസ് ആണ് യെസ്, നോ ആണോ നോ അല്ലേ കാണിക്കാം. നോ ആണെങ്കിൽ നോ. പക്ഷെ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കരുത്, പെട്ടെന്ന് കാണിക്കണം. അത് പുള്ളിക്കാരി എന്ത് എസ് കാണിച്ചിട്ട് എസ് അങ്ങനെ പറ്റില്ല. അതുണ്ട് കേട്ടോ ഷെഫിക്ക് കുറച്ച്. അങ്ങോട്ട് നോക്കാൻ പാടില്ല, പെട്ടെന്ന് കാണിക്കണം കേട്ടോ. ഫസ്റ്റ് ചോദ്യം, സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില നെഗറ്റീവ് കമന്റുകൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യാ? നോ ആണ്. യെസ്. അപ്പൊ ധൈര്യമായിട്ട് മണ്ടത്തരം പറഞ്ഞോ. രണ്ടുപേരും പരസ്പരം ചെയ്ത് മണ്ടത്തരം പറയണ്ടേ? ഞാനല്ലല്ലോ. അല്ലല്ല, ഇപ്പൊ രണ്ടുപേരും നല്ലോണം യെസ് പറഞ്ഞല്ലേ, ഷെമി ചെയ്ത ഒരു മണ്ടത്തരം പറയാം. ഷെമി ചെയ്ത മണ്ടത്തരോ? ഷെമിക്ക് അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും പറ്റലില്ല, എന്നെ കെട്ടിയതാണ്. ഷെഫി ചെയ്ത ഒരു മണ്ടത്തരം പറ ഷെമി. ഷെഫിന്റെ മണ്ടത്തരം എന്ന് പറഞ്ഞാ എന്താ പറയുമ്പോ, മണ്ടത്തരം ഒന്നും ചെയ്യല്ലോ. രണ്ടുപേരും വളരെ ബുദ്ധിപരമായി ജീവിതത്തെ നേരിടുന്ന ആൾക്കാരാണ്. മണ്ടത്തരൊന്നും ചെയ്യില്ലല്ലേ. ഇനി രണ്ടാമത്തത്, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും? ഈ ബ്ലോഗ് നമ്മളെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ എല്ലാം അല്ല, ബെഡ്റൂമിലെ കാര്യങ്ങൾ അങ്ങനല്ല, അതല്ല. എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചില കാര്യങ്ങൾ. അങ്ങനല്ലേ ചോദ്യം? എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ പറയാൻ ഓക്കെ ആണോ? ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഫാമിലിയിൽ ഇപ്പൊ ഒരു കുട്ടി ജനിക്കാണ്, മരിക്കാണ്, അതൊക്കെ നമുക്ക് പറയണല്ലോ. മാരേജ് കാര്യങ്ങളൊക്കെ നമ്മളെ ഫാമിലിയിൽ ഉണ്ടാവണ കാര്യങ്ങൾ, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിലി വ്ലോഗ് ചെയ്യുമ്പോ അത് നമുക്ക് അതിനുള്ള എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിൽ, എന്നെപ്പോ ഒരു വീഡിയോയില് കണ്ടില്ലെങ്കിൽ എന്താ അസുഖമാണ് ഷെഫി പറയണ്ടേ, അല്ലാതെ ഇപ്പൊ എല്ലാം വിളിച്ച് പറയരുത്. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം.
ഓക്കെ ഓക്കെ. മുന്നേ കൊടുത്ത അഭിമുഖങ്ങൾ പലതും ഹിറ്റാവാൻ കാരണം ഞങ്ങളുടെ നിഷ്കളങ്കത കൊണ്ടാണ്. ഇപ്പൊ എന്താ അങ്ങനൊന്നുമല്ല. അതിപ്പോ നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ട് പറയുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് നിഷ്കളങ്കത നിഷ്കളങ്കത കൊണ്ടാണ് ഹിറ്റാവാൻ അങ്ങനെ തോന്നുന്നില്ലല്ലേ? നിങ്ങൾക്ക് തോന്നിയോ ഞങ്ങൾക്ക് നിഷ്കളങ്ക? ഞങ്ങൾ ഇങ്ങനെ തന്നെ. വളരെ ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇതിപ്പോ എന്താ ഷെമി കുറച്ച് നിഷ്കളങ്കയാണെന്ന് തോന്നുന്നു. ഷെഫി ആ ഞാൻ ഷെമി. ഞാന് ജന്മന നിഷ്കളങ്ക. പൊതുവെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ സെലക്റ്റീവ് ആണ്. ആ. ആണല്ലേ? അതെന്താ സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചിലതൊന്നും കഴിക്കില്ല? നല്ല ടേസ്റ്റ് ഉള്ള നോക്കി നല്ല ഹോട്ടൽ നല്ല സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാൻ മാക്സിമം. വേറെ എന്തും ഒക്കെ അല്ല, ഓക്കെ. ഇന്ന ഫുഡ് കഴിക്കില്ല അങ്ങനെയുണ്ടോ? ബീഫ് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല, അങ്ങനെയൊന്നുമില്ല. കഴിക്കും, പക്ഷെ മാക്സിമം വൃത്തിയുള്ളിടത്ത് തന്നെ പോയിട്ട് കഴിക്കും. വേറെ എന്തുപോലെയല്ല ഫുഡിന് കഴിക്കുമ്പോ ബാത്റൂം വാശേരി ഒക്കെ ഒരു ഇല്ല കണ്ടാ പിന്നെ എനിക്ക് ഒരു തിന്നാൻ തോന്നായ. എല്ലാം നല്ല വൃത്തിയായിരിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ പൊതുവെ ഹോട്ടലിൽ പോയി കഴിക്കുന്ന കുറവാണ്, വീട്ടിൽ നിന്ന് തന്നെയാണ് കൂടുതൽ പോകും. നല്ല കഴിക്കും, ഹോട്ടലിൽ പക്ഷെ എപ്പോഴും നല്ല ഹോട്ടലിൽ തന്നെ മാക്സിമം നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ ഓക്കെ. അടുത്ത, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം കുറെ സമയം എടുത്താണ് ഫൈനലൈസ് ചെയ്തത്. ഇതിപ്പോ എന്താ അവിടെ എന്തോ ഒരു എസ് ഓർ നോയ്ക്ക് ഒരു ഉറപ്പില്ലായ്മ. ഏറ്റവും ഞാൻ വലിയ നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. ഷെഫിയോ? അങ്ങനെ ഷെഫിയാണ് നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കും. അത് പക്ഷെ അങ്ങനെ ആലോചിച്ച് തീരുമാനം എടുത്തുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്നോട്. അതല്ല ചോദ്യം എന്തായിരുന്നു? അതായത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം കുറെ സമയം എടുത്താണ് ഫൈനലൈസ് ചെയ്തത്. പിന്നെന്താ പൊട്ടനായത്? ഈ ചോദ്യം കിട്ടിയില്ല. അതാണ് ഞാനും പെട്ടെന്ന് അത്ഭുതം. കാരണം ഇന്റർവ്യൂവിൽ പറഞ്ഞത് കുറെ ടൈം എടുത്തെന്നാണ്. ഞങ്ങളിൽ എല്ലാ തീരുമാനങ്ങളും അങ്ങനെയാണോ? ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് പറയല്ലോ. പെട്ടെന്ന് അങ്ങ് എടുക്കും. കൂടുതലും നമ്മളല്ല. ഞങ്ങളിൽ ഒരാൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യം രണ്ടുപേരും വേണ്ടെന്ന് വെക്കും. ഞങ്ങളിൽ ഒരാൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യം രണ്ടുപേരും വേണ്ടെന്ന് വെക്കും. അതെന്താ പെട്ടെന്ന് അല്ല, ഞാന് പേടിച്ചേ. ഞാൻ എന്താ വെച്ചാ ഞാൻ നോക്കിയില്ല. നോക്കിയില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നോക്കിയില്ല. അങ്ങനെയാണോ ഞങ്ങളിൽ ജീവിതത്തിലെ ഏറ്റവും അല്ല, ഞങ്ങളിൽ ഒരാൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യം രണ്ടുപേരും വേണ്ടെന്ന് വെക്കും, അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഒരാൾക്കൊരു കാര്യം, ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പം മൂന്നാറിൽ പോകണമെന്നാണ് ഷെമിയുടെ ആഗ്രഹം, പക്ഷെ ഷെഫിയുടെ ആഗ്രഹം വയനാട്ടിൽ പോകണമെന്നാണ്. അപ്പം അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വരൂലേ? ഷെഫി പറഞ്ഞിട്ട് പോവും, വയനാട്ടിൽ പോവും. അങ്ങനെ തന്നെ പോവും അല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കടുംപിടുത്തൊന്നുമില്ലല്ലോ. എവിടെയും പോവാത്തവർക്ക് എപ്പോഴേലും ഒന്ന് പോകണേ. എവിടെയെങ്കിലും അത് മാത്രല്ല, അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അല്ലെ ഓൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, അല്ലെ ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കും. സിനിമയ്ക്കൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ടല്ലേ. ഈ അടുത്ത കണ്ട സിനിമ ഏതാ? ലാസ്റ്റ് നമ്മള് കണ്ടത് ഇപ്പൊ തുടരുവാണോ? അല്ല, അന്നേരം കണ്ട്. ലാസ്റ്റ് ഏതാ? ഇപ്പൊ അടുത്തിറങ്ങിയ സുരേഷ് ഗോപിന്റെ JSK. JSK. അതാണല്ലേ കണ്ട. ഓക്കെ. അത് ഏത് സാഹചര്യം എന്നായാലും സങ്കടം, ദേഷ്യം ഇവയെല്ലാം ഹൈഡ് ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. അത് എക്സ്പ്രസ് ചെയ്യൂ. സങ്കടം വന്നാൽ സങ്കടം അപ്പൊ തന്നെ എക്സ്പ്രസ് ചെയ്യും, ദേഷ്യം വന്നാൽ ദേഷ്യം അപ്പൊ തന്നെ എക്സ്പ്രസ് ചെയ്യും. ഞാനങ്ങനെ മാക്സിമം ഞാൻ സഹിച്ചു നിൽക്കും. അപ്പൊ രണ്ടുപേരും ഒരു ഡിഫറൻസ് വന്നു. അപ്പൊ ഇനിയിപ്പം എന്തെങ്കിലും ഒരു അടുത്ത മണ്ടത്തരം പറയാം. പറഞ്ഞില്ലേ ഞങ്ങള് മണ്ടത്തരം ചെയ്യല്ല. എന്തെങ്കിലും അബദ്ധങ്ങളോ? രണ്ടും ഒന്ന് തന്നെയാണല്ലേ? എന്തെങ്കിലും എന്താ വേറെന്താ? അല്ലെ, ഷെമി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഷെഫിയെ പറ്റിച്ചിട്ടുണ്ടോ? ഞാനോ? ഇല്ല. നമ്മൾ ഏപ്രിൽ ഫൂളിന്റെ സമയത്തൊക്കെ പറ്റിക്കില്ലേ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഷെഫിയോ? ഞാൻ അല്ലാണ്ട് വെറുതെ പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ. അതിന്റെ ഒരു കാര്യം പറയാം, പ്രാങ്ക് വീഡിയോയുടെ കാര്യം പറയാം. എന്തോ ഒരു പ്രാങ്ക് വീഡിയോയുടെ കാര്യം കണ്ടായിരുന്നു, എന്തോ ഒരു വീഡിയോ. ഞാൻ പക്ഷെ എനിക്കത് നോക്കാനുള്ള ടൈം കിട്ടിയില്ല. പ്രാങ്ക് ഉണ്ട്, നിങ്ങൾ കണ്ടേതാ? പറ്റിക്കാന്ന് വെച്ചാൽ എന്താ പറ്റിക്ക? ഞാനൊന്നും അല്ലാന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല, അത് അങ്ങനെ അല്ലാന്ന് പറയുന്ന കാര്യം പറഞ്ഞെന്നെ മനസ്സിലാക്കി അതൊരു പറ്റിക്കുന്ന, അത് ഞാൻ അങ്ങനെ ഓക്കെ ആക്കും. അങ്ങനെ അല്ലാതൊരു പറ്റിക്കലൊന്നുമില്ലല്ലോ. ഈ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ ഷെമി ഓക്കെ ആണോ? എനിക്കിഷ്ടമാണ് പ്രാങ്ക് വീഡിയോ കാണാനും ഇഷ്ടാ. പ്രാങ്ക് വീഡിയോ അല്ലേ, വീഡിയോ ആയിട്ട് കാണുക, എന്റർടൈൻമെന്റ് ചെയ്യാന്നുള്ളതാണല്ലോ. ചിരിക്കാണ്ടാവുമല്ലോ, ചിരിക്കാൻ ഇഷ്ടാ. പിന്നെ ഓർത്ത് ഇങ്ങനെ ചിരിക്കും. കോമഡി ഒക്കെ ഇഷ്ടാ. ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാങ്ക് വീഡിയോ ഏതാണോ? ഷെഫി ഒരു പിന്നെ ഷവർമന്റെ ഉള്ളില് ആ സാധനം വെച്ച്
ഒരു സാധനം വെച്ച്. പിന്നെ ഷെഫി അത് പറയാ ഫസ്റ്റ് പ്രാങ്ക് അതിലെ ഞങ്ങള് നല്ല കേറിയത്. ഷെഫിക്ക് ഒരു അവിഹിതം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഒരു ഡമ്മിനെ ചുരിദാറൊക്കെ അടിച്ച് അതെന്തായാലും കഥ എന്നോട് മറന്നുപോയി. അതന്നെ ഞാൻ വിളിച്ചാരായിരുന്നു? എഡിറ്റിംഗ് കൂടിയ ഡമ്മിന്റെ അടുത്ത് ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പ്രാങ്ക് വീഡിയോ. അതെങ്ങനെ ഞെട്ടിപ്പോയോ? ഞെട്ടിയല്ല ഇവൻ എന്താ ചെയ്ത് വെച്ച് അങ്ങനെ എന്തുണ്ടായാലും ഫസ്റ്റ് എന്റെ അടുത്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു തീരുമാനം എടുക്കാം. അത് പറയാതെ ഇവൻ എന്താ ചെയ്ത് വെച്ച് അങ്ങനെ അത്രേ ഉള്ളൂ. നല്ല കൊടുത്ത് അടി നല്ല കിട്ടി. ഇവന്റെ ഇവളെ കൈ കൊണ്ട് തല്ലുണ്ടെങ്കിൽ മരിക്കും എന്നാ പറയല്ല എല്ലാരും. തല്ലിട്ടുണ്ടാ ഷെഫിയ? ഞാൻ പോരാ അതൊരു ഇങ്ങനല്ല വീഡിയോല്ലോ. അടുത്തത് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് പൊതുവെ മടിയാണ്. അങ്ങനെയല്ലല്ലോ. മടിയായി ആദ്യം ഇപ്പൊ ഇഷ്ടല്ലേ? ഇപ്പൊ ഇഷ്ടമാണ്. അല്ല മടിയാണ്. മടിയല്ല. ഞങ്ങളിൽ ഒരാൾക്ക് പറ്റിയ ഒരു അമളിത്തരം മറ്റൊരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അമളിത്തരം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല. അങ്ങനെ പറ്റിയിട്ടില്ല. ഇല്ല. അതെങ്ങനെ തിങ്ക് ചെയ്യണം എന്താണ് ഇപ്പൊ അത് പറയാന്ന്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോ എന്റെ ലിപ്സ്റ്റിക് പല്ലുമ്മലായാലൊക്കെ അങ്ങനൊക്കെ അല്ല, വലിയൊരു പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്ത ഞങ്ങളിൽ ഒരാൾ കൂടുതൽ ഇമോഷണലി സ്ട്രോങ് ആണ്. ആരാണ് ഇമോഷണലി സ്ട്രോങ്? ഷമിയാണ് ഇമോഷണലി സ്ട്രോങ്. വാവ്, സൂപ്പർ. ഇനി നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് എന്നാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ബെസ്റ്റ് അഡ്വൈസ് യു റിസീവ് ഫ്രം പബ്ലിക്. അതായത് നിങ്ങൾ നല്ല നിലക്ക് പോവണം. അത് കാണുമ്പോ ഒരു സന്തോഷാണ്. അതേലും വ്യക്തിയുടെ നിന്നാണോ അതോ? അത് കുറെ ആൾക്കാർ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന കാര്യമാണ്. നിങ്ങൾ നല്ല രസമായിട്ട് നിങ്ങളെ വീഡിയോ കാണാന് നിങ്ങള് നെഗറ്റീവ് ഒക്കെ വരും, അതൊന്നും നിങ്ങൾ തളരരുത്, മുന്നോട്ട് പോകണം, ഞങ്ങൾ ഉണ്ട് കേട്ടോ, അങ്ങനെ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അതൊരു ബെസ്റ്റ് അഡ്വൈസ് ആയിട്ട്. വേഴ്സ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ്? അത് പൊതുവെ നേരിട്ടൊരാളും അങ്ങനെ പറഞ്ഞില്ല, കമന്റിൽ കൂടെ പറയും ഇതേതരം നിർത്തി പോയിക്കൂടെ. അതിപ്പോ ഞങ്ങളോടൊന്നുമില്ല, കുറെ ആൾക്കാരോട് പറയുന്നതാണ്. വേറെ പണിയൊന്നുമില്ലേ, എനിക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടായിട്ടാണ് ഓളെയും കൂടി കൂട്ടിയത്. അങ്ങനെയൊക്കെ പറയൂല്ലേ? എത്ര റിസ്ക് ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാന്ന് അറിയോ? അത്തരത്തിലുള്ള ഒരു ഇതൊക്കെ പറയുമ്പോ എന്താ ക്ഷമിക്കാൻ തോന്നുന്നത്? ഇവരൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാല് ഒന്ന് പറഞ്ഞെടുക്കാനോന്ന് അത്ര തന്നെ. എവിടോന്ന് എന്തെങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചിലപ്പോ റീപ്ലൈ കൊടുക്കും, നിങ്ങൾ നേരിട്ട് വരി, നമ്മൾ സംസാരിക്കാം, അത്രേ ഉള്ളൂ. ഷെഫി എങ്ങനെയാണ് അതിനോടൊക്കെ റിയാക്ട് ചെയ്യുന്നത്? ഇതന്നെ മോശപ്പെട്ടത് ഇങ്ങനെ പറയുമ്പോ ചിലപ്പം പറയും അങ്ങനെ പിടിച്ചു കെട്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോശം കമന്റുകളൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ പറയുന്ന കമന്റിലുള്ള ആൾക്കാരോട് പറയും, ഞങ്ങള് കൊടുവള്ളിയാണ്, ഇനി ഫോണിന്റെ ലൈവില് വന്നോ, നമുക്ക് സംസാരിക്കുക, അതിനെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മ കാരണം അങ്ങോട്ട് ലൈവിൽ തന്നെ പോര്, നമ്മൾ സംസാരിക്കാന്ന് പറയും. ബെസ്റ്റ് ക്രിറ്റിസിസം, ഏറ്റവും നല്ല വിമർശനം. അതായത് നമ്മള് വിമർശനം ചിലപ്പോ നല്ല വിമർശനമായിരിക്കും, നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ, അത് തന്നെയാണല്ലേ. അപ്പൊ വേഴ്സ്റ്റും അത് തന്നെ ആയിരിക്കും. ബെസ്റ്റ് സോഷ്യൽ മീഡിയ കമന്റ്, അപ്പൊ വേഴ്സ്റ്റും അത് തന്നെയാണ്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് സെഗ്മെന്റ് 2 മാപ്പാട് ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇനി സെഗ്മെന്റ് 3 പോകാം കേട്ടോ. ഇത് ഗ്രോസറി റാപ്പിഡ് ഫയർ ആണ്. ഗ്രോസറി റാപ്പിഡ് ഫയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഗ്രോസറി ലിസ്റ്റ് ആരാണ് തയ്യാറാക്കുന്നത്, ആരാണ് അതിൽ എക്സ്ട്രാ ഐറ്റം ചേർത്തിടുന്നത്, അങ്ങനെ ഒരു സംഭവമാണ്. ഫുഡിന്റെ. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വീട്ടിൽ ഗ്രോസറി ലിസ്റ്റ് ആരാണ് തയ്യാറാക്കുന്നത്, ആരാണ് അതിൽ എക്സ്ട്രാ ഐറ്റം ചേർത്തിടുന്നത്? ആരാണ്? ഷെഫിയാണോ ഗ്രോസറി ഐറ്റം ഒക്കെ എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളും? അല്ല, അങ്ങനല്ല, പിന്നെ അതിലൊക്കെ ഷെമിന്റെ കുറച്ച് ചേർക്കലൊക്കെ കൂടി ആവുമ്പോ കൂടുതലും ഷെഫി തന്നെയാണ് ചെയ്തത്. പട്ടികയിൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങി വരുന്നതിൽ ആരാണ് ചാമ്പ്യൻ? ഞാൻ. വാവ്, അതിനെ എപ്പോഴും അങ്ങനെ കറക്റ്റ് മനസ്സിലാവും കേട്ടോ, അത് പ്രത്യേക പെണ്ണുങ്ങൾക്കുള്ള അവിടെ ചെന്ന് എന്തെങ്കിലും കണ്ണില് ഒരു സാധനം വരും.
സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ട്രോളി പിടിച്ച് സ്ലോലി നടക്കുന്നത് ആരാണ്? ഞാൻ ആരാണ് സ്പീഡായി പോകുന്നത്? ഞാൻ ഷെഫി സ്പീഡിൽ പോകും. എത്രയും പെട്ടെന്ന് നമ്മള് വളരെ സ്ലോയില് എടുക്കും ഞാനൊരു പോക്ക, ഒരു മാസമൊക്കെ കഴിയുമ്പോ കൊറേ സാധനങ്ങൾ കിട്ടാണ്ടായിരുന്നു. ഞാൻ വാങ്ങിത്തരാം ഇങ്ങ ഇവിടെ നിന്നാ കൊണ്ടുപോവില്ല കേട്ടോ, കൂടുതലും കൊണ്ടുപോവില്ല. അത് തന്നെ എനിക്ക് അടിച്ചു പെറുക്കി വാങ്ങാനുണ്ടാവും. ഷെഫിക്ക് ഇങ്ങനെ ക്രോക്കറി ഇങ്ങനെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടമാനം വാങ്ങിക്കൊണ്ടുവരും. നമുക്ക് ചിലപ്പോ കടുക് ഉണ്ടാവില്ല. ചെറിയ ചെറിയ സാധനങ്ങൾക്കൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഇന്ന സാധനം വാങ്ങണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാനോ? ഇല്ലല്ല, ഷെമിന്റെ അടുത്തോ? വാണ്ടേ വാങ്ങിക്കും. വാങ്ങിക്കുമെന്ന് അറിയും. ഓഫർ കണ്ടാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളും വാങ്ങുന്ന ടെൻഡൻസി ആർക്കാണ്? ഷെഫിക്ക് എന്നും പറഞ്ഞിട്ടാലും മൈജിയിൽ ഓഫർ ഉണ്ട്. ഓഫർ കാണുമ്പോ നമുക്കൊന്ന് വാങ്ങാനൊരു ടെൻഡൻസി വരുമല്ലേ, ആവശ്യമില്ലെങ്കിലും. അതെ, നല്ല അറിയാതെ സാധനം വാങ്ങിക്കും. കൈ പൈസ കുറച്ച് ചിലപ്പോ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓഫർ കണ്ടാല് അറിയാണ്ട് നല്ല വാങ്ങിപ്പോരും. സാധനം വാങ്ങും നല്ലോണം. അങ്ങനെ ആവശ്യമില്ലാത്ത വാങ്ങിച്ച അതന്നെ പറഞ്ഞ പൈസ നമ്മളെടുത്ത് തരണം. ആവശ്യമില്ലാത്തതല്ല, ആവശ്യം ഉണ്ടാവും. ഓഫർ കാണുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളതാണെങ്കിലും ഓഫർ കാണുമ്പോ വാങ്ങി വെക്കും സാധനങ്ങളൊക്കെ മാക്സിമം. ക്ഷമിക്കാൻ പ്രശ്നമുണ്ടാ? എനിക്ക് കുറച്ച് സാധനം മതി ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാനോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ നീറ്റായി നിറഞ്ഞു നിക്കണ്ടല്ലോ. ഇത് വാങ്ങി ഇങ്ങനെ കൊണ്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണ്ടേ. റൈസ്, ഷുഗർ, സോൾട്ട് വാങ്ങാൻ പോയിട്ട് ഐസ്ക്രീം, ചിപ്സ്, ചോക്ലേറ്റ് വാങ്ങി വരുന്നവർ ആരാണ്? വരുന്നവൻ അല്ലെങ്കിൽ വരുന്നവൾ ആരാണ്? ഞാനാ അല്ലേ? ഐസ്ക്രീം ഒക്കെ വാങ്ങി ഐസ്ക്രീം ഒക്കെ ഒരുപാട് കഴിക്കുന്ന, ചോക്ലേറ്റും ഇഷ്ടമാണ്. ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ? റൈസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടോ? കൺട്രോൾ ആണ്, കട്ടില്ല. ഷുഗർ കട്ട് ഉണ്ടോ? രണ്ടുപേരും ഷുഗർ ഷെഫി ഷുഗർ കട്ടാ. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ് ഒരു ഫീൽ ചെയ്യുന്നത്? പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട ചായ കുടിക്കാൻ എന്തോ ഒരു വല്ലായ്മ, ഒരു പൊടി ഇട്ടാ അറിയും. ഒരു ഭയങ്കര ഒരു ഷുഗർ ഇല്ലാണ്ട് നമ്മള് ചായ കുടിച്ചു കഴിഞ്ഞാല് പിന്നെ ഷുഗർ ഉള്ള ചായക്ക് ടേസ്റ്റ് ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഗ്രോസറി ബഡ്ജറ്റ് പാലിക്കുന്നവൻ ആരാണ്? ബഡ്ജറ്റ് പൊട്ടിക്കുന്നവർ ആരാണ്? രണ്ടും ഷെഫി തന്നെ. അതെ, ഞാൻ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യും ഈ മാസം ഇത്രമേൽ നിർത്തണം. ഞാൻ തന്നെ അത് തീർക്കാനുള്ള വഴി നോക്കും. ഡോസ് കൊടുക്കും. ഞാൻ നല്ല കൊടുക്കും. എന്തിനാ വാങ്ങിയത് കൊണ്ട കൊടുക്ക അവിടെ തന്നെ. കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അതിന് ഞാൻ സംസാരിച്ചു ഉണ്ടാവുന്ന അപ്പുള്ള ദേഷ്യ, പിന്നെ സംസാരിച്ചാ റെഡി ആവും. ഞാൻ പറഞ്ഞില്ലേക്ക് ദേഷ്യവും സങ്കടമൊക്കെ പെട്ടെന്ന് വരും. അതുപോലെ പോവുകയും ചെയ്യും. അടുത്ത 5 മിനിറ്റ് കൊണ്ട് വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരുന്നവൻ ആരാണ്? ഷെഫി. ശരിയാ, ഇന്നെ വെച്ചിങ്ങാണ്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഷെഫിന്റെ അടുത്ത് പറയാ 5 മിനിറ്റ് സീമ പറയാ. ശ്രീനിവാസം മീൻ വാങ്ങുന്ന 5 മിനിറ്റ് പറഞ്ഞാ 3 മിനിറ്റ് മതി. അതിന് റെഡി ആവാനും ഒക്കെ തന്നെ. 1 മണിക്കൂർ എന്താണ് ചെയ്യുന്നത്? അതെ, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാ പിന്നെ ഷെമിനോട് ചോദിക്കും വരാനായില്ലേ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അല്ല എന്തെങ്കിലും വാങ്ങാൻ 5 മിനിറ്റ് ഇപ്പൊ വരാറിയും. 20 മിനിറ്റ് കണക്ക്. 2 മണിക്കൂർ. അത് ഞാൻ 5 മിനിറ്റ് പറയാൻ തുടങ്ങിയത് ഇപ്പൊ 20 മിനിറ്റ് ഇങ്ങനെ എത്തിച്ചതാ. കാരണം കൊറേ 5 ഓടുമ്പോ ബോറടിയാണ്. നമ്മൾ പറയില്ലേ 5 മിനിറ്റ് ഇപ്പൊ വരാ, ഷെഫി പറയല്ലേ 20 മിനിറ്റാ. എപ്പോഴാണെങ്കിലും ഒരു 2 മണിക്കൂറിനാണെങ്കിലും 5 മണിക്കൂറിനോ 20 മിനിറ്റ് എപ്പത്തും. അപ്പൊ ഞാൻ പറയോ 20 മിനിറ്റ് കണക്ക് തന്നെ, 2 മണിക്കൂറാവും. വെജിറ്റബിൾസ് ചൂസ് ചെയ്യുമ്പോൾ കൂടുതൽ പിക്കി ആയിരിക്കുന്നത് ആരാണ്? വെജിറ്റബിൾ ചൂസ് ചെയ്യുമ്പോ അതൊക്കെ രണ്ടാൾക്ക് അത്യാവശ്യം സെറ്റാണ്. രണ്ടാളും അങ്ങനെ ഇന്ന പച്ചക്കറി കുറച്ചുകൂടെ ഫ്രഷ് രണ്ടാൾക്കും ഒരേ ഇഷ്ടം. അങ്ങനല്ല, അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി പോരാ. അല്ല, എന്താ ചോദിച്ചാ അറിയോ, നല്ല തെരഞ്ഞെടുക്കുന്നത് ആരാണ്? അത് അവൈലബിൾ രണ്ടാളും തെരഞ്ഞോക്കി എടുക്കും. എനിക്ക് അത്ര കേട്ട ഐഡിയ അല്ല കേട്ടോ ആ കാര്യമൊന്നും. ഓൺലൈൻ ഗ്രോസറി ഓർഡർ ചെയ്യുമ്പോൾ കാർട്ടിൽ ആഡ് ടു കാർട്ട് ചെയ്യുന്നത് ആരാണ്? ഓൺലൈനിൽ ഒരു സാധനം ഞാൻ അതുവരെ എന്റെ ജീവിതത്തിൽ ഓർഡർ ചെയ്തില്ല. ഓൺലൈൻ അങ്ങനെ വാങ്ങിയിട്ടില്ല, ഗ്രോസറി വാങ്ങിയിട്ടില്ലല്ലേ? ഓക്കെ. ഞാൻ ഇപ്പോഴും ഓൺലൈൻ ഗ്രോസറി, എനിക്ക് കടയിൽ പോയി സാധനം വാങ്ങാൻ മടിയാണ്. ആൾക്കാരൊക്കെ അങ്ങനെ നമ്മൾ ഈ ഓൺലൈൻ ആവുമ്പോ
പിന്നെ ഭയങ്കര മടിയാണ്. 2 കവറ് പാലാണെങ്കിൽ പോലും ഓൺലൈനിൽ തന്നെ വാങ്ങും. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഷെമി ഇപ്പൊ പറയില്ലേ പൈസ ഭയങ്കരമായിട്ട് കരുതുണ്ട് എന്നൊക്കെ, പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ജിപേ ഒന്നും ഷെമിക്കില്ല. അതാണ് അതുകൊണ്ടാ ജിപേ ഉണ്ടായി കഴിഞ്ഞാല് പൈസ അങ്ങനെ പോണത് അറിയൂല. ഞാൻ ഷെമിന്റെ അടുത്ത് പറയും ജിപേ തുടങ്ങണ്ട, അപ്പൊ ഷെമി ദേഷ്യം പിടിക്കും. അപ്പൊ ഞാൻ ഈ ദേഷ്യം പിടിച്ചോട്ടെ, എന്നാലും വേണ്ടില്ല, ഒരിടത്ത് പൈസ അവിടെ സേഫ് ആയിട്ട് ഉണ്ടാവുമല്ലോ. ജിപേ വന്ന ഇപ്പൊ പക്ഷെ എല്ലായിടത്തും ജിപേ ആണ്. അതൊരു ബസ്സിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇപ്പൊ ക്യാഷ് കൊടുക്കുന്നത്. അപ്പൊ ജിപേ ഉണ്ടായി കഴിഞ്ഞാൽ പൈസ കയ്യിൽ നിൽക്കൂല. പെട്ടെന്ന് നമുക്ക് എന്താ പറയാ ആ പൈസ ഇത് കൊടുക്കേണ്ടതല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പോണത് മൈനസ് ആകണം അങ്ങനെ അറിയൂല. എന്നാലും ജിപേ ഒന്ന് വേണം, കാരണം നമ്മൾ ഈ കാലത്ത് ജീവിക്കല്ലേ. അത് ആണ്, പക്ഷെ എന്നാലും എനിക്കുണ്ടല്ലോ ആവശ്യത്തിൽ അധികം ചെലവുണ്ട്. ഞാൻ പറയില്ല. അപ്പൊ ഷെമിനോട് ഞാൻ പറഞ്ഞതാണ് കൈ തന്നാ മതി. ഇപ്പൊ ആരെങ്കിലും ക്യാഷ് ഇല്ല അല്ലേ? നമ്മളിപ്പോ ആരെങ്കിലും ഒരു ക്യാഷ് കോട്ടെ നമുക്ക് വീട്ടിലൊരു പിരിവാരോ ഒരു പിച്ചക്കാരൊക്കെ വന്ന നമുക്ക് കൊടുക്കാൻ പൈസ ജിപേ ഉണ്ടോ? നമ്മളവിടെ തീരെ ജിപേ വന്നില്ല. ഇപ്പൊ ആരെങ്കിലും ക്യാഷ് ഇല്ല. ആരെങ്കിലും ഒരു 100 രൂപ തരാൻ പറഞ്ഞ ക്യാഷ് ആയിട്ട് തരാൻ പറഞ്ഞ ക്യാഷ് ഇല്ല, എല്ലാം ജിപേ ആയി. അതാണ് സത്യം പറഞ്ഞ ഒരു പ്രശ്നമാണ് കേട്ടോ, ക്യാഷ് ഇല്ല കയ്യില്. ഗ്രോസറി ബാഗ്സ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആരാണ്? ഷെമി തന്നെയല്ലേ? എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആരാണ്? എല്ലാം ബാഗ് ഒരുമിച്ച് തന്നെ പിടിച്ചോണ്ട് പോകും. അല്ലാണ്ട് പിന്നെ അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടുപേരും ഷെയർ ചെയ്യൂന്നുള്ളതാണ്. ബാഗ് ഇല്ല, ഒക്കെ ഞാൻ തന്നെ. അതല്ല, ഷെമിയാണ് കൂടുതൽ അങ്ങനെ ഒറ്റ പോക്ക് പോവുമല്ലോ. അത് ഷെമി ഒറ്റക്കാണ് പോവുക, ഒറ്റ പോക്ക് പോവുക. അപ്പൊ മാക്സിമം സാധനം എടുത്ത് കാറിലൊക്കെ വെച്ച് പോരുക ചെയ്യുക. പിന്നെ അതിൽ പോകത്ത് കൊണ്ടുപോകാന് എടുക്കാൻ മടിയായിട്ട് തന്നെ. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു, ചാർജർ വരെ ഞാൻ അടുത്തു. രണ്ടുപേരും അപ്പൊ എല്ലാ ബാഗും ഒരുമിച്ച് എടുത്തിട്ട് അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങൾ ഫുൾ ഷെമി തന്നെയാണല്ലേ നോക്കുന്നത്? അതിലൊരു ഒരു ഇഷ്ടം ഷെമിക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ പല സ്ത്രീകളും പറയുന്നത് നല്ല ഇഷ്ടം വീട് വൃത്തിയാക്കാൻ, വീട്ടു ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഷെമിക്ക് അതിനൊരു താല്പര്യം ഉണ്ടല്ലേ? അതിലൊരിക്കലും മടുക്കൂല. പക്ഷെ അത് ചീത്താക്കി ഇട്ടാല് നന്നാക്കിട്ട് പിന്നൊക്കൊന്നും ഇളകാണ്ട്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞില്ലേ നല്ല സാധനം വാങ്ങി കൊണ്ടിടും, അതെങ്ങനെ വെക്കൂല, നന്നാക്കി വെക്കൂല. അതന്നെ, അത് ഷെമിയാണ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നീറ്റായി കിടക്കണം ആവശ്യമുണ്ട്. ടവലൊക്കെ ബെഡിലെടുത്തിടുന്ന പരിപാടിയൊക്കെ അതിനൊക്കെ അതിനൊക്കെ സംവിധാനം ചെയ്ത മോളെ ബാത്റൂം മാത്രം ഉപയോഗിക്കുക. ടർക്കി താഴോട്ട് കൊണ്ടുവരാൻ പറ്റൂല, അതൊക്കെ അവിടെ കഴിഞ്ഞിട്ട് പോരാ. ഒക്കെ വൈപ്പറൊക്കെ വെച്ചു കൊടുത്ത ബാത്റൂമിലൊക്കെ. പക്ഷെ ഒന്നും ചെയ്യലില്ല, എന്നാലും പാവല്ലേ. ഇപ്പം രാവിലെ തൊട്ട് നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ, ഷെമിക്ക് എന്താ തോന്നുന്നത്? അങ്ങനെ സാധനം വാങ്ങാനൊക്കെ പുറത്തിറങ്ങും, അല്ലാതെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ. ഇല്ല, അങ്ങനെ തന്നെ ഇരുത്തലേ ഇല്ല. ഇല്ലല്ലേ? ഇടയ്ക്കൊന്ന് പുറത്ത് എന്നും വേണമെങ്കിലും പോവാം. പിന്നെ 2 ദിവസം 3 ദിവസം കഴിയുമ്പോ നമ്മളൊരു ഫിലിമിന് പോവാ, അങ്ങനൊക്കെ. അപ്പൊ ലൈഫ് ഫുള്ള് ചില്ല് അടിപൊളിയാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അങ്ങനെ രസത്തില് പോവാം. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ ഷെമി എടുക്കലെന്ന് പറഞ്ഞത് ഞാൻ വ്ലോഗ് എടുക്കുമല്ലോ, അപ്പൊ ഷെമിയാണ് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ വേഗം ക്യാമറ എടുത്തിട്ട് വ്ലോഗ് എടുത്ത് അങ്ങനെ നടക്കും. അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി ബുദ്ധിമുട്ടാണ് ഇത് എടുക്കുന്ന പറഞ്ഞാൽ എടുക്കുകയും ചെയ്യും. ഷെഫിയുടെ എങ്ങനെ ലുക്കിനെ കുറിച്ചൊക്കെ ആൾക്കാർ ഓരോന്ന് കമന്റ് ചെയ്യില്ലേ? ഇതേപോലെ വേറൊരു തരത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇട്ടാലോ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുറച്ചൊരു കൺവെൻഷനൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇട്ടാലോ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇല്ല, എന്റെ കൂടുതലും ഷർട്ടൊക്കെ ഇടുന്ന അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലാണ്ട് പ്രത്യേക ഹെയർ സ്റ്റൈല് പറയലുണ്ട്. അത് എന്താ പ്രശ്നം അറിയോ? ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിട്ട് ഒന്ന് സെറ്റ് ആക്കാൻ പറയും. എന്റെ കുറച്ചൊരു എന്താ പറയാ സ്പ്രിങ് ആയിട്ടുള്ള ഹെയറാ, അപ്പൊ എന്റെ കൂടെ കറക്റ്റ് ചിലപ്പോ നിക്കൂല. അത് പറയും ഹെയർ കൂടി ഒന്ന് ഇങ്ങനെ ആക്കിയതിന് അടിപൊളിയാവുക എന്നൊക്കെ പറയും. ഇപ്പം ഐഷുവിനെ കുറിച്ച് അങ്ങനെ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? ഐഷു അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റുന്നല്ല, എല്ലാവർക്കും മാഷാഅല്ലാഹ് തന്നെ എല്ലാത്തിനും ഉണ്ടാകുന്നതല്ലേ, പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നതൊന്നുമില്ല. അപ്പം ഏതായാലും നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഈ നാട്ടുകാരടുത്തല്ല, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തുണ്ടല്ലോ, ഇപ്പം കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും.
അത് വലിയ പ്രശ്നമാവാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടെടുക്കുക കല്യാണം ഒരു പേടിയായി മാറിക്കേണ്ട കാര്യമില്ല. കാര്യമല്ല. അപ്പൊ ചെറിയ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവും, അത് നമ്മൾ അതിനനുസരിച്ച് അതിന് കല്യാണം കഴിക്കാതെ സ്വന്തം നിന്നാലും ഉണ്ടാവില്ലേ എന്തേലും പ്രശ്നങ്ങൾ, അത് നമ്മൾ സ്വന്തമായിട്ട് നേരിടണ്ടേ. ഇതാവുമ്പം ഭർത്താവിനോടൊക്കെ പറയാലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതല്ല നേരത്തെ പറഞ്ഞു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് പേടിച്ച് നിക്കേണ്ട കാര്യമില്ല. കാര്യമൊന്നുമില്ല. അതൊക്കെ ലൈഫല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ സന്തോഷങ്ങളും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പ്രശ്നങ്ങളൊക്കെ വരുമ്പോ മറക്കാനും പൊറുക്കാനൊക്കെ പഠിക്കുക. എന്റെ മാരൊന്നും വാശി പിടിക്കാതൊക്കെ. അതെ, വാശിയൊന്നും ഇല്ലെങ്കിലും നല്ലോണം ജീവിച്ചാല് കല്യാണം ഈഗോ മാറി. അല്ലെ, അതെ, ഈഗോ എല്ലാത്തിനും വാശി, പ്രശ്നം അതെ ഈഗോ അതെ ആണ്. അതെ. അത് ഞാൻ മാറ്റി ഓമാണെ മിണ്ടട്ടെ അല്ലെ, അങ്ങനൊന്നും ഇല്ലാണ്ട് ഇത് നമ്മളാണ് അങ്ങനെ വിചാരിച്ച് കല്യാണത്തിലേക്ക് അടുക്കുക.